പ്രിയരെ, ജയപാചകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കറി വയ്ക്കാനൊന്നുമില്ല. കുറച്ച് ഉണക്കപ്പയർ ഇരിപ്പുന്നുണ്ട്. നമുക്കത് വെച്ച് ഒരു ചെറിയ ചാറ് കറി വയ്ക്കാം എങ്ങനെ വയ്ക്കാമെന്ന് നോക്കുകയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ 1.5 ഗ്ലാസ്സോ ഉണക്കപ്പയർ എടുത്ത് കഴുകിയെടുത്ത് അതിൽ അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്, പിന്നെ കുറച്ച് വേപ്പില ഇതിട്ട് കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഇട്ടിട്ട് അടപ്പത്ത് വയ്ക്കുക. അടപ്പത്ത് വെച്ച് വിസിലൊക്കെ ഇട്ട് അവിടെ വയ്ക്കുക. അപ്പോൾ അത് ആവശ്യത്തിന് വിസിൽ, നിങ്ങൾക്ക് എത്ര വിസിൽ വേണോ അത്രയും വിസിൽ വെച്ച് അത് വേവിച്ചതിന് ശേഷം നമുക്ക് അത് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പയർ വെന്തിറക്കിയിട്ടുണ്ട്. ഇനി ചീനച്ചട്ടി വെച്ചു, ചൂടായി. നമ്മൾ കടുകിട്ടു. അതൊക്കെ പൊട്ട് വരട്ടെ കേട്ടോ. നമ്മൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതാ ചതച്ച് വെച്ച ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പിലയും കൂടിയിട്ട് എന്താ വേപ്പിലയും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ അത് ഇട്ട് കൊടുക്കും. ഞാൻ അവനൊന്ന് പാകാവാണ്. മൂക്കട്ടെ. അപ്പം നമ്മളിതിലിട്ട് വേവിച്ച് കഴിയുമ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിച്ചതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ചുവന്നുള്ളി, അല്പം വേപ്പിലയും കൂടി, വെളുത്തുള്ളി ചുവന്നുള്ളി കുത്തി ചതച്ചിട്ട് നന്നായിട്ട് ചതച്ചിട്ട് അതിട്ടു. പിന്നെ വേപ്പില ഇട്ടു. അതൊന്ന് മൂക്കാൻ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ഒന്ന് മൂക്കട്ടെ. അപ്പം ഒന്ന് കൂട്ടിയിടാം നമുക്ക്. ഇത് വളരെ ലളിതമായിട്ട് നമുക്കിപ്പോൾ ഒരു നമ്മുടെ ഉണക്കപ്പയർ കൊണ്ട് നമുക്കൊരു ചെറിയ ചാറ് കറി വയ്ക്കുന്ന പരിപാടിയാണ്. അപ്പം ചാറോട് കൂടി കുഴമ്പനാക്കിയിട്ട് നമ്മൾ ചെറിയൊരു പയർ കറി വയ്ക്കുന്നതാണ്. അതിവേഗം നമുക്കിത് ശരിയാക്കിയെടുക്കാം. ഇതിന് നമുക്ക് നമുക്കിടാം, മുളക് പൊടിയിടാം, അല്ലെങ്കിൽ കുത്തിപ്പൊടിച്ച മുളകിടാം കേട്ടോ. നമ്മളിവിടെ കുത്തിപ്പൊടിച്ച മുളകാണ് ഇടുന്നത്. കുത്തിപ്പൊടിച്ച മുളകിടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സിമ്പിളായിട്ട് വയ്ക്കാവുന്ന ഒരു ചെറിയ കറിയല്ലേ, പയർ ഒലത്തിയെടുക്കുന്ന കറി. ഇത് പലരും വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ ഈ പയറോ ഒലത്തണത് വലിയ കാണിക്കാനൊക്കെ എന്താണ് എന്ന രീതിയിൽ. പക്ഷെ അതല്ലല്ലോ, ചെയ്ത് പഠിക്കുന്നവർക്ക് ഇതൊരു വലിയ കാര്യമാണ്. അവരിത് ചെയ്ത് പഠിക്കട്ടെ. ഒന്ന് ട്രൈ ചെയ്യാനും ഒക്കെയുള്ള ഒരു ആത്മവിശ്വാസം കിട്ടാനായിട്ട് നമുക്ക് ഇങ്ങനെ കൊച്ചു കാര്യങ്ങളിലൂടെ പഠിച്ച് വരണം. നല്ലൊരു വലിയ കാര്യങ്ങൾ. നമ്മളിനി കൊത്തിപ്പൊടിച്ച മുളക് കുറച്ചിട്ടുണ്ടാ. എരിവ് വേണം, അതിനനുസരിച്ച് ഇട്ടാൽ മതി. എന്നിട്ട് ഞാനിതിപ്പോൾ കുറച്ചിട്ടിട്ടുണ്ട്. അത് മതിയാവുമെന്ന് വിചാരിക്കാം. നമ്മളിനി കുറച്ചിട്ടുണ്ടാ. മുളക് പൊടിയും കൊത്തിപ്പൊടിച്ച മുളകൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തീ കൂടുതലിടരുത്. തീ കൂടുതലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുളകിൻ്റെ ആ ടേസ്റ്റ്, ഈ ഇത്തരം സാധനങ്ങളിലെല്ലാം തന്നെ ഓയിൽ കണ്ടൻറ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ വാഷ് ഔട്ട് ചെയ്ത് പോയാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് വാഷ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മണം കിട്ടും മൂക്കിലേക്ക്. അപ്പോൾ നമ്മൾ ആ പരിപാടി അത് പാകമായെന്നതിൻ്റെ അർത്ഥം. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും കൂടിയാണ്, അല്ലെങ്കിൽ നാവ് കൊണ്ടും കൂടിയാണ് പാചകം ചെയ്യുന്നത്. ഇനി ഒന്നും നോക്കാനില്ല. ഇത് പാകമായി കഴിഞ്ഞാൽ നമ്മളിത് നേരെ ചീനച്ചട്ടിയിലേക്ക് ഇത് പകർത്തിയിടുന്നു. ഒന്നും കൂടി ഇളക്കി താഴ്ത്തി ഇറക്കണതിന് മുമ്പ് നിങ്ങളൊന്നൊന്ന് ഉപ്പൊക്കെ ഒന്ന് ശരിയാണോ എന്നൊന്ന് വേണമെങ്കിൽ നോക്കാം കേട്ടോ. അത് വേവിച്ച് വെച്ച നമ്മുടെ പയറിൽ ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഞാനത് ഒഴിച്ച് വെച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ പയറ് കറി റെഡിയായി. ഒന്നും നോക്കാനില്ല. പതുക്കനെ വേണമെങ്കിൽ ഇതൊന്ന്
തിളയ്ക്കാനായിട്ട് നമുക്ക് ഒന്ന് വയ്ക്കാം. തിളച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ വെളിച്ചെണ്ണയും അതിൻ്റെ മറ്റ് ഇതൊക്കെ നമ്മളുടെ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്നും കൂടി സിങ്കായി കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾക്കിത് ഉപയോഗിക്കാനെടുക്കാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.